നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഒരു സ്റ്റാർ ഇട്ടുണ്ട്. അതാണ് ബാക്കിൽ കാണുന്നത് നമ്മൾ തിളങ്ങണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ്. അപ്പൊ നമ്മൾ ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കി. അപ്പൊ നമ്മൾ വിചാരിച്ചു കുറച്ച് ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു മിനിയേച്ചർ ക്രിസ്മസ് ട്രീ കൂടി ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ അതും കൂടി ചെയ്യാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട നേരെ നമ്മുടെ ട്രീ ഉണ്ടാക്കാൻ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ വർക്ക് തുടങ്ങാനായിട്ട് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കുകളാണ് വേണ്ടത്. അപ്പോൾ നമ്മളതൊക്കെ പല അളവുകളിലായിട്ട് വലുതെന്ന് ചെറുതിലേക്കുള്ള അളവുകളിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അതിൽ വലിയത് ആദ്യം എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സൂപ്പർ ഗ്ലൂ പോലത്തെ പശകൾ ഉപയോഗിക്കാം. ഹോട്ട് ഗ്ലൂ നമ്മൾ പെട്ടെന്ന് പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓരോന്നും വളരെ കെയർഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പോകാം. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലസ് ആകൃതിയിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒട്ടിച്ചൊട്ടിച്ച് മുകളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഐസ്ക്രീം സ്റ്റിക്കുകൾ നമുക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിച്ചൊട്ടിച്ച് നമ്മളിങ്ങനെ പോവുക. അപ്പം നമ്മൾ ആദ്യത്തെ സെറ്റ് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വലിയ നീളം കുറഞ്ഞ സെറ്റ് എടുത്തിട്ട് ഒട്ടിച്ച് തുടങ്ങുക. അപ്പോൾ അങ്ങനെ ഓരോ സെറ്റ് കഴിയുമ്പോഴും ഓരോ സെറ്റായിട്ട് ഒട്ടിക്കുക. അപ്പോൾ നമ്മുടെ ഹൈറ്റിനനുസരിച്ചാണ് നമ്മൾ ഈ ഓരോ അളവുകളും നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചെറുതിലുകളിലേക്ക് കടന്നു കഴിഞ്ഞു. നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫുൾ ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിക്കുന്ന വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഫുള്ളൊന്ന് പെയിൻ്റ് അടിച്ചിരിക്കണം. അപ്പോൾ നമുക്കിത് ഒരു പച്ച പെയിൻ്റാണ് എടുക്കുന്നത്. ട്രീ ആണല്ലോ, അതുകൊണ്ട് നമുക്കൊരു പച്ച സ്പ്രേ പെയിൻ്റ് എടുത്ത് അടിക്കുകയാണ്. ഇത് വേണമെങ്കിൽ അക്രിലിക് പെയിൻ്റൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ സ്പീഡിൽ പണി തീരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു ചെറിയ ട്രീയും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് സ്പ്രേ അടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി അതിൻ്റെ ബേസ് സ്ട്രക്ചർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഐസ്ക്രീം സ്റ്റിക്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ആദ്യം ഹോട്ട് ഗ്ലൂവോ സൂപ്പർ ഗ്ലൂവോ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ 4 കോർണറിൽ 4 ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കണം. ഇനി ഇതേ രീതിയിൽ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ ഐസ്ക്രീം സ്റ്റിക്സ് വെച്ച് പോകണം. അങ്ങനെയാണ് നമ്മുടെ ബേസ് സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതിന് നമുക്ക് സൂപ്പർ ഗ്ലൂ പോലത്തെ പശകളും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളിപ്പോൾ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഫെവിക്കോളും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സൂപ്പർ ഗ്ലൂ ഹോട്ട് ഗ്ലൂ ആയിരിക്കും ഫെവിക്കോളിനായിട്ടും കുറച്ചും കൂടി ഈസി ഉണ്ട്, അതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ബേസ് സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കണം. അതായത് നമ്മുടെ ഈ ട്രീ വെക്കാനായിട്ടുള്ള ഒരു ഭാഗം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഐസ്ക്രീം സ്റ്റിക്സ് ആ ഗ്യാപ്പിൽ കൂടെ കയറ്റിയിട്ട് അറ്റത്ത് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിക്കുന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ കറക്റ്റായിട്ട് കയറ്റി കൊടുക്കുക. നമ്മൾ ലാസ്റ്റ് പീസ് ഇപ്പോൾ കണക്ട് ചെയ്തു. പിന്നെ നമുക്ക് ഇതിൻ്റെ ബേസ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്സ് ഒട്ടിച്ചിട്ട് ഒരു ഷീറ്റ് പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നടുക്ക് കുറച്ച് കല്ലുകൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, കാരണം ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തും പുറത്തുമൊക്കെ നല്ല രീതിക്ക് പെയിൻ്റ് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് പെയിൻ്റ് അടിക്കുന്നത് നമ്മളൊരു ബ്രൗൺ പെയിൻ്റാണ് അടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പെയിൻ്റ് അടിക്കുക. അപ്പോൾ നമ്മളൊരു പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. കോർണറിൽ സ്വിച്ച് വെക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പും അടിയിൽ ബാറ്ററി കിടത്താനായിട്ടുള്ള ഒരു ഹോളും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ വെക്കാൻ പോകുന്ന ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നൊരു LED ലൈറ്റാണ്. അതിൻ്റെ അറ്റത്ത് നമ്മളൊരു സ്വിച്ചും ഒരു വയറും പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്വിച്ച് വെച്ചിട്ടാണ് ഇത് ഓഫ് ഓണും ചെയ്യുന്നത്. പിന്നെ വയറിൽ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യും. നമ്മൾ ആ സ്വിച്ച് ജസ്റ്റ് ആ ഹോളിലേക്ക് ഇറക്കി വെച്ചിട്ട് അതൊന്ന് ഹോട്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ജസ്റ്റ് അതൊന്ന് ഹോട്ട് ഗ്ലൂ വെച്ച് ഉറപ്പിക്കുന്നു. അതായത് ആ സ്വിച്ച് നമ്മൾ അമർത്തുമ്പോഴൊക്കെ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മളതൊന്ന് ഉണങ്ങാനായിട്ട് ടൈം കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടിയിലുള്ള ഈ വയറിൽ നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് നമ്മളൊരു 3 വോൾട്ട് സപ്ലൈ കിട്ടാൻ വേണ്ടി 2 ഡബിൾ ബാറ്ററികൾ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. സീരീസിലാണ് ബാറ്ററി കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ കട്ട് ചെയ്ത് റെഡി ആക്കിയിരിക്കുന്ന ഈ പീസ് നമ്മൾ അടിയിൽ വെച്ചിട്ട് സൂപ്പറിൽ വെച്ച് ഒട്ടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ വെയിറ്റ് ഉള്ളത് കൊണ്ട് ഇത് ഇളകാതെ നിന്നോളും. അല്ലെങ്കിൽ ഇത് നമുക്ക് അടിയിൽ വെയിറ്റ് ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ബാലൻസ് ആയിട്ട് ഇരിക്കില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം സ്റ്റിക്കുകളുടെ ഹെഡുകൾ കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ അറ്റത്തായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ നമ്മുടെ ബാറ്ററി ഇടുന്നത്.
അപ്പോൾ നമ്മളത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററീൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അതിൻ്റെ പുറത്തായിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു സെക്ഷനിൽ നമ്മുടെ മെറ്റലോ ബേബി മെറ്റലോ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതൊരു ഭംഗിക്കും ഒരു വെയിറ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഹോട്ട് ഗ്ലൂവോ സൂപ്പർ ഗ്ലൂവോ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ട്രീനെ നമുക്കിത് ഒട്ടിക്കാം. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് 4 ഐസ്ക്രീം സ്റ്റിക്കുകൾ 4 കോർണറിൽ വരുന്നതിൽ ജസ്റ്റ് സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇത് അതിൽ ഉറപ്പിച്ച് കിട്ടിക്കഴിഞ്ഞു. പിന്നെ നമുക്കതിൽ ജസ്റ്റ് നമ്മുടെ ഈ മാല ബൾബ് പോലെ നമ്മൾ ഇട്ട LED സ്ട്രിപ്പ് നമുക്ക് ചുറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഓൺ ആക്കും. പിന്നെ ഇപ്പോൾ തന്നെ അതിന് നല്ല ഭംഗി വന്നിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ടെസ്റ്റിങ്ങിൽ അതിൻ്റെ കറക്റ്റ് ഭംഗി നമുക്ക് മനസ്സിലാവും. ഇത് രാത്രി ആകുമ്പോഴാണ് അതിൻ്റെ ഭംഗി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ നമ്മളതിൻ്റെ അറ്റത്തൊരു സ്റ്റാറും കൂടി നമ്മൾ ജസ്റ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ലൈറ്റ് കിട്ടാനായിട്ട് ആ മാലയിലത്തെ ഒരു ലൈറ്റും കൂടി നമ്മൾ എടുത്ത് വെച്ചു. ഇനി നമ്മുടെ ചെറുതിലേക്ക് വേണ്ടിയിട്ട് ചെറിയ ക്രിസ്മസ് ട്രീക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഐസ്ക്രീം സ്റ്റിക്ക് പകുതി കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തേക്കാണ്. ഈ ചെറുതിൽ നമ്മൾ ലൈറ്റ് വെക്കുന്നില്ല, പകരം നമ്മൾ തെർമോക്കോളിൻ്റെ ബോൾസ് വെച്ചിട്ട് ഡെക്കറേഷൻ വർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫെവിക്കോളുമേയാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അത് നല്ല ഉറപ്പിൽ നിന്നോളും. ഫെവിക്കോൾ ആയതുകൊണ്ട് നമുക്ക് പണി എളുപ്പമായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ആ ബേസിലേക്ക് സൂപ്പർ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് വയ്ക്കുന്നു. ഉറപ്പ് കിട്ടാനായിട്ട് നല്ല രീതിക്ക് സൂപ്പർ ഗ്ലൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ രണ്ടിൻ്റെയും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടും കാണാനായിട്ട് നല്ല ഭംഗിയിലാണ് ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ ലൈറ്റ് വർക്കൊക്കെ വന്നതുകൊണ്ട് നമ്മുടെ വലുത് ഒരു പ്രത്യേക ഭംഗിയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ചെയ്ത ക്രിസ്മസ് ട്രീ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വില അറിയപ്പെടുന്ന വീഡിയോ താഴെ കമന്റ് ചെയ്യുക. ഇതേപോലെയുള്ള പുതുപുത്തൻ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇതുപോലെ ഒരു പുതുപുത്തൻ വീഡിയോ നമുക്ക് വീഡിയോ കാണാം.